നാടോടിക്കാട്ടിൽ ദാസൻ്റെയും വിജയൻ്റെയും കഥകൾ നമ്മൾ ഒരുപാട് സംസാരിച്ചതും ചർച്ച ചെയ്തുമൊക്കെയാണ്. ഇപ്പോഴും നമുക്കിടയിൽ ദാസനും വിജയനും ജീവിച്ചിരിപ്പുണ്ട്. അതിലൊരു ദാസൻ നമ്മുടെ കോലോത്ത തമ്പുരാട്ടിയെ ചെന്ന് കണ്ടു. വേലക്കാരിയാണെന്ന് കരുതി വിളിച്ചതാ. പിന്നെയാണ് അറിഞ്ഞത് തമ്പുരാട്ടിയാണെന്ന്. പുതിയ കാലത്ത് അവർ തമ്മിൽ കണ്ടുമുട്ടിയാൽ ഉണ്ടായേക്കാവുന്ന പുതിയ സംഭവ വികാസങ്ങളുണ്ടല്ലോ, ആ സംഭവ വികാസങ്ങളാണ് ഈ കഥ. ഏതായാലും നമുക്ക് എന്താണ് അവരുടെ ഉദ്ദേശം, എന്താണ് അവർ സംസാരിക്കുന്നത് എന്നൊക്കെ കാണാനുള്ള ഒരു ആകാംക്ഷ സ്വാഭാവികമായിട്ടും പുതിയ തലമുറയ്ക്കുണ്ടാവും. കഥയിലേക്ക് കടക്കാം. ഹലോ വേലക്കാരി. ഹലോ വേലക്കാരി അല്ലേടോ, ഞാൻ ഈ കൊലത്ത് തമ്പുരാട്ടിയാ. ഓ, തമ്പുരാട്ടിയാണല്ലേ. അത് ഞാൻ നിങ്ങളുടെ അയൽപക്കത്ത് താമസിക്കാൻ വന്ന, പുതിയതായിട്ട് താമസിക്കാൻ വന്ന ദാസനാണ്. ഓ, ദാസനാണോ? അപ്പൊ വിജയൻ എവിടെ? അതെന്താ അങ്ങനെ ചോദിച്ചത്? അതാരാ ഈ വിജയൻ? ദാസനും വിജയനും ഒരു കോംബോ ആണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. അത് നാടോടിക്കാറ്റിലെ ദാസനും വിജയനും. ഞാൻ ജീവിക്കാൻ ഓടി നടക്കുന്ന ദാസൻ. എന്താ വന്നത്? പെട്ടെന്ന് പറ, എനിക്ക് അമ്മയ്ക്ക് മരുന്ന് കൊടുക്കണം, സമയായി. അതാരാ അകത്തുനിന്നൊരു വിളി കേട്ടല്ലോ? എന്റെ അമ്മയാ. ചേട്ടൻ മരിച്ചിട്ട് കുറച്ച് നാളായി. അതെ, ഉണ്ണി മരിച്ചിട്ടൊന്നുമില്ല, ഞാൻ ഉണ്ണിയെ കാണാറുണ്ട്. ഉണ്ണിയേട്ടൻ മരിച്ചിട്ടില്ലേ? നിങ്ങൾ എവിടെയാ കണ്ടത്? എൻ്റെ നാട്ടില് പെയിന്റിങ് പണിയാ പുള്ളിക്കാരന്. എന്റെ ഉണ്ണിയേട്ടൻ പെയിന്റിന്റെ പണിക്കാരനല്ല, നിങ്ങൾ പറഞ്ഞ ആളല്ല. ബീവറേജിൽ നിന്ന് പൈന്റ് വാങ്ങി അടിക്കാറുണ്ട്. എന്നിട്ട് പൈന്റ് കുടിച്ച് കുടിച്ച് കരള് വാടി ചത്തു. വേം പറയടോ, നിങ്ങൾ എന്താ വന്നേ? അതെ, എനിക്ക് കുറച്ച് അരി വേണമായിരുന്നു. കടകളൊക്കെ അടച്ചുപോയി, പിന്നെ തരാം. നിങ്ങൾ നാടോടിക്കാറ്റിലെ ദാസൻ തന്നെ. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ നാടോടിക്കാട്ടിലെ ദാസനല്ല, ഞാൻ ജീവിക്കാൻ ഓടി നടക്കുന്ന ദാസന. അരി തരാം, പിന്നെ മണ്ണെണ്ണ വേണമെന്നും പറഞ്ഞു വരും, പിന്നെ ഓരോന്ന് വേണമെന്നും പറഞ്ഞു വരും. എൻ്റെ ഭർത്താവായിട്ട് അഭിനയിക്കാൻ പറ്റുമോ? എന്നാ ഞാൻ മണ്ണെണ്ണ എരിയും തരാം. ഞാൻ നിന്റെ ഭർത്താവായിട്ട് അഭിനയിക്കാനോ? അതെന്തിനാ? എൻ്റെ അച്ഛൻ്റെ സ്വത്ത് തട്ടിയെടുക്കാനാ. അച്ഛൻ 2-3 ദിവസം കഴിഞ്ഞാൽ ഗൾഫിൽ നിന്ന് വരും. നീ എൻ്റെ ഭാര്യ, ഞാൻ നിന്റെ ഭർത്താവ്. കേൾക്കുമ്പോ ഒരു സുഖമൊക്കെ ഉണ്ട്. ഞാനും നീയും ഭർത്താവായിട്ട് അഭിനയിച്ച് തകർക്കും. അല്ല, എനിക്കെന്ത് തരൂ പ്രതിഫലം? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിനക്ക് അരിയും പഞ്ചാരയും മണ്ണെണ്ണ ഒക്കെ തരാം. അത് മാത്രമേ ഉള്ളൂ? പിന്നെ ഞാൻ എന്ത് വേണം? ഞാൻ എൻ്റെ നഖം വിട്ടിത്തരാം. നീ അതുകൊണ്ട് ആശ തീർക്ക് മോനെ ദിനേശ. നിന്റെ ഈ രൂപം എൻ്റെ ഹൃദയത്തിലല്ല പതിഞ്ഞത്, ഫോണിൻ്റെ മെമ്മറി കാർഡിലാണ്.